ഹലോ ഗൈസ്, ഇന്ന് ഒരുപാട് നാളായിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്ന ഒരു സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വാനില ഐസ്ക്രീം. ഐസ്ക്രീം ഒക്കെ നമ്മളെപ്പോഴും കടയിൽ നിന്ന് മേടിച്ച് കഴിക്കാറില്ല. അപ്പോൾ വല്ലപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാക്കി നോക്കിയാലോ. ഹോം മെയ്ഡ് വാനില ഐസ്ക്രീമിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഞാനൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ അമ്മയൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. പക്ഷെ എൻ്റെ മടി കാരണം ഞാൻ പിള്ളേർക്ക് അങ്ങനെ ഉണ്ടാക്കി ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് പിള്ളേർക്ക് വേണ്ടി, പിന്നെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്, ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഐസ്ക്രീം ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഈ ലോകത്ത് കാണുമോ? അപ്പം വാനില ഐസ്ക്രീം സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വാനില ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. 1/2 ലിറ്റർ പാല്, 1 കപ്പോളം പഞ്ചസാര, പിന്നെ ഒരു 2 സ്പൂൺ കോൺഫ്ലവർ, ശകലം വാനില എസൻസ്, പിന്നെ നമ്മളൊരു 4 സ്പൂണോളം പാൽപ്പൊടിയും എടുക്കുന്നുണ്ട്. കോൺഫ്ലവർ ഇത് ഫുൾ എടുക്കണ്ട, ഒരു 2 സ്പൂൺ ചേർത്താൽ മതിയാവും. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഗൈസ്, പാല് ചൂടായി വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കിതിലോട്ട് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. പാല് ഇപ്പോൾ ചൂടായി. ഇനി നമുക്ക് എടുത്തു വെച്ചേക്കുന്ന കോൺഫ്ലവർ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലവർ ആഡ് ചെയ്തിട്ട് നമ്മൾ തീ കുറച്ച് നന്നായിട്ട് കട്ട കെട്ടാതെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിലോട്ട് നമുക്കിനിയും 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പഞ്ചസാര ആഡ് ചെയ്തല്ലോ, ഇനി അത് നല്ലോണം കുറുകി നല്ലൊരു പരുവത്തിൽ നമുക്ക് കിട്ടണം. എന്തായാലും കുറുകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഹലോ ഗൈസ്, അപ്പം നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിക്സ് ഏകദേശം കുറുകി സെറ്റായിട്ടുണ്ട്. അതിൻ്റെ ചൂട് തീ ഓഫ് ചെയ്തിട്ടും ഞാൻ കട്ട കെട്ടാതെ നല്ലോണം ഇളക്കി അത് കുറുകി നല്ലൊരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് പെട്ടെന്ന് ഇതൊന്ന് റെഡിയാക്കാൻ വേണ്ടി ഞാൻ ഫാനിൻ്റെ അടിയിൽ വെച്ച് ഒരു 10-15 മിനിറ്റോളം നല്ലോണം മാറ്റി എടുക്കാനായിട്ട് പോവുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഐസ്ക്രീം മിക്സ്. അത് നല്ല ചൂടുണ്ട്. അപ്പോൾ ഞാൻ ഒരു മേശപ്പുറത്ത് വെച്ച് ഫാന് ഓണാക്കി നല്ലോണം ഇതിൻ്റെ ചൂടൊന്ന് മാറാനായിട്ട് വെയിറ്റ് ചെയ്യാൻ പോവുക. എന്തായാലും നമുക്ക് ഫാൻ ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് തണുത്ത് നല്ലൊരു പരുവത്തിലപ്പോൾ നമുക്ക് കിട്ടും. അപ്പം നമ്മുടെ ഐസ്ക്രീം മിക്സ് നല്ലോണം ചൂടൊക്കെ ആറി നല്ലൊരു പരുവത്തിലായി. ഇനി നമുക്കിത് മിക്സിയുടെ ഏറ്റവും വലിയ ജാറിലാണ് ഞാനിപ്പം ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഐസ്ക്രീം മിക്സ് ഒഴിച്ചു കൊടുക്കുവാണേ.
നമ്മളപ്പം മിക്സിയിൽ നമ്മുടെ ഐസ്ക്രീം മിക്സൊക്കെ ഒഴിച്ചു. ഇനി നമ്മൾ ഏകദേശം 1 കപ്പോളം പാൽപ്പൊടിയുണ്ട്. അപ്പോൾ പാൽപ്പൊടിയും കൂടെ നമ്മുടെ ഇതിനായിട്ട് നല്ലൊരു ടേസ്റ്റും നല്ലൊരു മയവും കിട്ടാനായിട്ട് ഈ പാൽപ്പൊടിയും കൂടെ ഈ മിക്സിയിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, അപ്പം നമ്മുടെ ഐസ്ക്രീം മിക്സ് നല്ല സൂപ്പറായിട്ടുണ്ട്. ഇതിനകത്ത് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ വാനില എസൻസ് ഒരു 1.5 സ്പൂണും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് എന്നിട്ട് നമുക്കൊരു സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അതും കൂടെ മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിട്ട് ചേരും. അപ്പോൾ ഐസ്ക്രീം മിക്സ് റെഡിയാവും. പിന്നെ നമ്മളത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 8 മണിക്കൂറോളം വെച്ച് കട്ടിയാക്കി എടുത്താൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാനില ഐസ്ക്രീം റെഡിയാവും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഐസ്ക്രീമിന്റെ പരിപാടി എല്ലാം ഏകദേശം തീർന്ന്. ഇനി അത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 8 മണിക്കൂർ സെറ്റാക്കി എടുത്താൽ മതി. അപ്പൊ ഞാൻ ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോഴത്തേക്ക് നല്ല സൂപ്പർ കിടിലം ടേസ്റ്റ് ആണ്, ഭയങ്കര യമ്മിയാണ്. അങ്ങനെ തന്നെ എനിക്ക് കഴിക്കാൻ തോന്നി. പക്ഷെ അതല്ലല്ലോ അതിന്റെ ഒരു ശരി. അപ്പൊ ഐസ്ക്രീം ആയിട്ട് പിള്ളേർക്ക് കൊടുക്കാന്നല്ലേ പറഞ്ഞത്. അപ്പോഴത്തേക്ക് എന്തായാലും 8 മണിക്കൂർ വെയിറ്റ് ചെയ്ത് നമുക്ക് അടിപൊളി വാനില ഐസ്ക്രീം ആയിട്ട് നല്ല സൂപ്പർ യമ്മി ആയിട്ട് വരുമോ നമുക്ക് നോക്കണ്ടേ. അപ്പോഴത്തേക്ക് നമുക്ക് അത് ഫ്രിഡ്ജിൽ വെച്ച് അടിപൊളിയാക്കി സെറ്റാക്കി നമുക്ക് എടുക്കാം. അപ്പൊ ഗൈസ്, എനിക്ക് ഐസ്ക്രീം നമ്മൾ കടയിൽ നിന്ന് മേടിച്ചില്ലേ, അങ്ങനത്തെ ഒരു കണ്ടെയ്നർ തന്നെ കിട്ടി. അപ്പോഴത്തേക്ക് ഞാൻ ഇത് ഫ്രീസറിൽ വെക്കാനായിട്ട് പോവാം. 8 മണിക്കൂറോളം വെച്ചിട്ട് നമുക്ക് നമ്മുടെ റിസൾട്ട്, നമ്മുടെ പ്രോഡക്റ്റ് സക്സസ് ആയോ എന്ന് നോക്കാം. അപ്പൊ നമുക്ക് 8 മണിക്കൂർ ഫ്രീസറിലോട്ട് വെക്കാം. ഹായ് ഗൈസ്, ഞാൻ പക്ഷെ 8 മണിക്കൂറിൽ കൂടുതൽ വെച്ച് ഇത് സക്സസ് ആവുമോ എന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പൊ അടുത്ത ദിവസം രാവിലെയാണ് നമ്മൾ എടുത്തത്. അപ്പം ഞാനിത് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് മെൽറ്റൊക്കെ ആയി. എന്നാലും നല്ല ടേസ്റ്റിയാണ്, എമ്മിയാണ്. എല്ലാവർക്കും കൊടുത്തു, പെട്ടെന്ന് തീർന്നും പോയി. പിന്നെ ലാസ്റ്റ് വന്ന ഇതാണ് പിന്നെ ഞാൻ എടുത്തത്. അപ്പം ആദ്യം കുറെ നാളുകൾക്ക് ശേഷം ഉണ്ടാക്കുന്നതിന്റെ ഒരു അപാകതയുണ്ട്. എന്നാൽ നെക്സ്റ്റ് ടൈം നമുക്ക് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. പക്ഷെ ടേസ്റ്റ് നോക്കുവാണെങ്കിൽ നല്ല സൂപ്പർ കിടിലം ടേസ്റ്റ് ഒക്കെയാണ്. നല്ല യമ്മിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോഴത്തേക്ക് നെക്സ്റ്റ് ടൈം ഇതിപ്പോ വാനില ഫ്ലേവർ അല്ലേ, നെക്സ്റ്റ് ടൈം നമുക്ക് സ്ട്രോബെറിയോ ബട്ടർ സ്കോച്ചോ വേറെ എന്തെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം. എന്തായാലും നമ്മുടെ ഐസ്ക്രീം നല്ല സൂപ്പർ ടേസ്റ്റ് ആയതുകൊണ്ടാണ് ഒരു തുള്ളി പോലും ബാക്കി കിട്ടിയില്ല. അവസാനം ബാക്കി കിട്ടിയതാണ് ഇതാണ് അപ്പൊ ലാസ്റ്റ് എനിക്ക് കഴിക്കാനായിട്ട് കിട്ടിയത്. എന്തായാലും എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ. ഭയങ്കര ഈസിയാണ്, വളരെ പെട്ടെന്ന് തന്നെ. ഇപ്പോൾ ഒരു ഐസ്ക്രീം കഴിക്കണമെന്ന് തോന്നിയാൽ കടയിൽ പോയി മേടിക്കാം. നമുക്ക് സ്വന്തമായിട്ട് തന്നെ നല്ല സ്പീഡിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ വേറെ മായമോ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നും ഒരു. അപ്പോൾ ഗൈസ്, വാനില ഐസ്ക്രീം ഉണ്ടാക്കിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോഴത്തേക്ക് നാളെ മറ്റൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ടാറ്റാ, ബൈ ബൈ, ലവ് യു ഗൈസ്.